നമസ്കാരം. വേദ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ LD ക്ലർക്ക് പരീക്ഷയുടെ സിലബസിലുള്ള ഫാക്ട് അബൌട്ട് കേരള എന്ന് പറയുന്ന സെക്ഷനിലെ കേരള ജോഗ്രഫിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ പരീക്ഷകളിലും കേരള ജോഗ്രഫിന് നമുക്ക് 3 മുതൽ 5 ചോദ്യം വരെ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. LD ക്ലർക്ക് പോലുള്ള പരീക്ഷയിൽ, പ്രത്യേകിച്ചും ഈ പരീക്ഷയിൽ നമുക്ക് കേരള ജോഗ്രഫിയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് കേരള ജോഗ്രഫിയിൽ PSC പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇത് പഠിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നമ്മുടെ വേദ PSCയുടെ ആപ്പുണ്ട്, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം അത് നിങ്ങൾ നന്നായിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പഠിച്ചു കൊടുക്കുക. ഈ വരുന്ന LD ക്ലർക്ക് പരീക്ഷ എല്ലാവർക്കും ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ ഏകദേശം 1,00,000-ഓളം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും അതുപോലെ വീഡിയോ ക്ലാസ്സുകൾ അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ. ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം എന്നറിയാമോ? അതായത് ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ 1.18% മാത്രമേ നമ്മുടെ കേരളമുള്ളൂ കേട്ടോ. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണെന്നറിയാമോ? 560 കിലോമീറ്റർ ആണ് കേട്ടോ. ഓർത്തു വെച്ചോണേ, കേരളത്തിന്റെ തെക്ക് നിന്നും വടക്ക് വരെയുള്ള നീളം എന്ന് പറയുന്നത് എത്രയാണ്? 560 കിലോമീറ്റർ ആണ് കേട്ടോ. അതായത് നമ്മുടെ പാറശാല മുതൽ വടക്ക് കാസർഗോഡ് വരെയുള്ളതാണ് ദൂരം കേട്ടോ. അതുപോലെ കേരളത്തിന്റെ കടൽ തീരം എത്ര ദൂരമാണെന്നറിയാമോ? 580 കിലോമീറ്റർ ആണ് കേട്ടോ. ഓർത്തു വെച്ചോണേ, കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം എത്രയാണ്? 580 കിലോമീറ്റർ ആണ് കേട്ടോ. മറന്നു പോവല്ലേ. അതുപോലെ വലുപ്പത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണെന്നറിയോ? 22ാമതാണ് കേട്ടോ. വലുപ്പത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 22 ആണ് കേട്ടോ. അതുപോലെ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതൊക്കെയാണെന്നറിയാവോ? നമ്മുടെ വയനാടാണ് കേട്ടോ. ഓർത്തു വെച്ചോണം കേട്ടോ. ഓർത്തു വെച്ചോണേ, 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാടാണ് കേട്ടോ. അത് ഏതൊക്കെയാണ് 2 സംസ്ഥാനങ്ങളെന്നറിയാവോ? തമിഴ്നാടും കർണാടകയാണ് കേട്ടോ. ഇനി നമുക്ക് കേരളത്തിന്റെ അതിർത്തികളൊന്ന് നോക്കാമേ. കേരളത്തിന്റെ വടക്ക് ഏതാണെന്നറിയാവോ? നമ്മുടെ കർണാടക സംസ്ഥാനമാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ കേരളത്തിന്റെ തെക്ക് ഏതാണെന്നറിയാവോ? അത് തമിഴ്നാടാണ് കേട്ടോ. പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് സഹ്യാദ്രിയുമാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ, കേരളത്തിന്റെ അതിർത്തികൾ ഏതൊക്കെയാന്ന് ഓർത്തുകൊള്ളുക. വടക്ക് കർണാടകയും തെക്ക് തമിഴ്നാടും പടിഞ്ഞാറ് അറബിക്കടലും അതുപോലെ കിഴക്ക് സഹ്യാദ്രിയുമാണ് കേട്ടോ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്നറിയാവോ? PSC കുറെ തവണ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതെന്നറിയാവോ? വയനാട് പീഠഭൂമിയാണ് കേട്ടോ. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിന് നമ്മൾ 3ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഏതൊക്കെയാണെന്നറിയാവോ? മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇങ്ങനെ 3ആയിട്ടാണ് തിരിച്ചേക്കുന്നത് കേട്ടോ. ഓർത്തു വെച്ചേ, ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിന് എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയായിട്ടാണ് തിരിച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മലനാടിനെ കുറിച്ച് PSC ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊന്നും നമുക്ക് നോക്കാം കേട്ടോ. കേരള ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാടെന്നറിയാവോ? 48% കേട്ടോ. സമുദ്രനിരപ്പിനും ഏകദേശം 900 മീറ്റർ ഉയരത്തിൽ അല്ലെങ്കിൽ അതിനു മുകളിൽ ഉയരത്തിലുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ മലനാട് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതുപോലെ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്നറിയാമോ? അത് ആനമുടിയാണ് കേട്ടോ. ആനമുടിയുടെ ഉയരം ഒരുപാട് തവണ PSC ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. എത്രയാണെന്നറിയാവോ? 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം കേട്ടോ. ഇനി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്നറിയാമോ? ആനമുടിയാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് അല്ലെ. ആനമുടിയുടെ ഹൈറ്റ് എത്രയാ? 2695 മീറ്റർ ആണ് കേട്ടോ. ഇനി ആനമുടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്നറിയാവോ? ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലാണ് കേട്ടോ. അത് ദേവികുളം താലൂക്കിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വെച്ചോണേ, ആനമുടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്കിലാണ് കേട്ടോ. ഇനി പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതെന്നറിയാവോ? അഗസ്ത്യാർ കൂടമാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ, മറന്നുപോലും, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണിത്. ഏതാണ്? പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? അഗസ്ത്യാർ കൂടമാണ് കേട്ടോ.
ഇനി അഗസ്ത്യാർ കൂടത്തിന്റെ അല്ലെങ്കിൽ അഗസ്ത്യാർ മലയുടെ ഉയരം എത്രയാണെന്നറിയാമോ? 1868 മീറ്റർ ആണ് കേട്ടോ. ഓർത്ത് വെച്ചാൽ അഗസ്ത്യാർ കൂടത്തിന്റെ ഹൈറ്റ് എത്രയാണ്? 1868 മീറ്റർ ആണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ മല ഏതെന്നറിയാമോ? മീശപ്പുലിമലയാണ് കേട്ടോ. കേരള സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കേരളത്തിന്റെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായിട്ട് അഗസ്ത്യാർ കൂടമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പക്ഷെ PSC ആൻസർ ഏതാണ്? മീശപ്പുലിമലയാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ, മറന്നു പോകല്ലേ. മീശപ്പുലിമലയുടെ ഉയരം എത്രയാണെന്നറിയാമോ? 2640 മീറ്റർ ആണ് കേട്ടോ. അതുപോലെ തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതെന്നറിയാമോ? മീശപ്പുലിമലയാണ് കേട്ടോ. 2640 മീറ്റർ ആണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതായിരുന്നു തെക്കേ ഇന്ത്യയിലെ? അത് ആനമുടിയായിരുന്നു അല്ലേ. രണ്ടാമത്തെ ഏതാണ്? മീശപ്പുലിമലയാണല്ലേ. അതുപോലെ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്നറിയാമോ? നെടുമങ്ങാട് താലൂക്കാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ, അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ് കേട്ടോ. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം എന്നാണെന്ന് PSC കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. എന്നാണെന്നറിയാവോ? 2001 കേട്ടോ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതെന്നറിയാവോ? അഗസ്ത്യ വനമാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ. അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വിഭാഗം ഏതാണെന്നറിയാവോ? മലനാടാണ്. ഏകദേശം 48% ഉണ്ട്. നമ്മൾ ആദ്യം കണ്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് ഇടനാടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇടനാട് ഏകദേശം 42% ഇടനാടുള്ളത് കേട്ടോ. ഇടനാടിനും അതുപോലെ മലനാടിനും ഇടയിലായിട്ട് ചെറു കുന്നുകളും താഴ്വരകളും ഉള്ള സമൃദ്ധമായിട്ടുള്ള നാടാണ് എന്തെന്ന് പറയുന്നത്? ഇടനാട് കേട്ടോ. ഓർത്ത് വെച്ചോണേ. ഇടനാടെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മലനാടിനും അതുപോലെ തീരപ്രദേശത്തിനും ഇടയിലായിട്ട് ചെറു കുന്നുകളും താഴ്വരകളും സമൃദ്ധമായ പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതി എത്രയാ? കേരളത്തിന്റെ ഈ ഇടനാട് എന്ന് പറയുന്ന സ്ഥലം കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതി എത്ര ശതമാനമാണെന്ന് അറിയാവോ? 42% കേട്ടോ. അതുപോലെ ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതെന്നറിയാവോ? ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. ഓർത്ത് വെച്ചാൽ ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. അതുപോലെ ഇടനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണെന്നറിയാവോ? നെല്ല്, വാഴ, തെങ്ങ്, മരച്ചീനി, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക മുതലായവയാണ് കേട്ടോ. മലനാട്ടിലെ ഏതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി? അത് ഏലം, കുരുമുളക്, കാപ്പി അങ്ങനത്തേക്കുള്ള സ്പൈസസ് ആയിരിക്കും കേട്ടോ എപ്പോഴും കൂടുതലായിട്ട് വരുന്നത്. തേയിലയൊക്കെ മലനാട്ടിലാണ് വരുന്നത്. ഇടനാട്ടിലാണ് നെല്ല്, വാഴ, തെങ്ങ്, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക, കശുവണ്ടിയൊക്കെ വരുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോണേ. അതുപോലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന് എവിടെ സ്ഥിതി ചെയ്യുന്നറിയാവോ? അങ്ങാടിപ്പുറമാണ് കേട്ടോ. അങ്ങാടിപ്പുറത്തെ ലാറ്ററൈറ്റ് കുന്നുകളാണ് കേട്ടോ. ഇനി നമുക്ക് തീരപ്രദേശത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത് കേട്ടോ. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10% മാത്രമേ തീരപ്രദേശമുള്ളൂ കേട്ടോ. തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് മധ്യ കേരളത്തിന്റെ ഭാഗത്താണ് കേട്ടോ. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ എത്ര എണ്ണം ഉണ്ടെന്നറിയാവോ? 9 എണ്ണം ഉണ്ട് കേട്ടോ. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ 9 എണ്ണമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല എന്നറിയാമോ? അത് കണ്ണൂരാണ് കേട്ടോ. ഏറ്റവും കുറച്ച് കടൽ തീരമുള്ളത് കൊല്ലവുമാണ് കേട്ടോ. ഇന്ത്യയിലെ സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ പ്രദേശം ഏതെന്നറിയാമോ? കുട്ടനാടാണ് കേട്ടോ. അതുപോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണെന്നറിയാമോ? മുഴുപ്പിലങ്ങാടി ബീച്ചാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ. അതുപോലെ കടൽത്തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്നറിയാമോ? ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കോട്ടയം. ഇത്രയാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ. കേരളത്തിലെ കടൽത്തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കോട്ടയം. ഇത്രയാണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ള കോൾ നിലങ്ങളെ കുറിച്ചാണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന വയൽ പ്രദേശങ്ങളെയാണ് കോൾ നിലങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖലയാണ് ഈ കോൾ നിലങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. കേരളത്തിൽ കോൾ നിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? തൃശ്ശൂർ, മലപ്പുറം, എറണാകുളം, ആലപ്പുഴ മുതലായവയാണ് കോൾ നിലങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോണേ. എന്താണ് കോൾ നിലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1/2 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ താഴെ സ്ഥിതി ചെയ്യുന്ന പാടങ്ങളെയാണ് നമ്മൾ കോൾ നിലങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഈ കോൾ നിലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട കൃഷി ഏതാണെന്നറിയാമോ? പൊക്കാളിയാണ് കേട്ടോ. പൊക്കാളിയാണ് കോൾ നിലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കൃഷി. എന്താ പൊക്കാളി എന്നറിയാമോ?
ഒരു ഏകദേശം 1.5 മീറ്റർ മുകളിൽ ഹൈറ്റിൽ വളരുന്ന നെൽച്ചെടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൊക്കാളി എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും സാധനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കേട്ട് നോക്കുക. അതിനുശേഷം താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ തരാം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ solutions@vedagroupoffinstitute.com എന്ന് പറഞ്ഞ് നമ്മുടെ മെയിൽ അയച്ചുകൊള്ളുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ് കേട്ടോ. നന്ദി, നമസ്കാരം.